ബോധ്യപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകം 13 ഒരു ചെറിയ സംഭവമായി ഇന്ന് നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പതിവ് പോലെ കാണാം, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. അതിനുശേഷം അവിടെ മനോഹ എന്ന് പറയുന്ന ദാൻ ഗോത്രത്തിലെ ഒരു പുരുഷനെ കർത്താവ് തിരഞ്ഞെടുക്കുവാണ്. അപ്പോൾ മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ദൂതൻ വന്ന് മനോഹയുടെ ഭാര്യയോട് പറയുന്നുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം. ഈ സംഭവത്തിന് ആ സമയത്ത് മനോഹ അവിടെ ഇല്ലായിരുന്നു. മനോഹയുടെ ഭാര്യ മനോഹയോട് ഈ കാര്യം പറയുമ്പോൾ മനോഹ എന്താ ചെയ്തത്? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ മകൻ്റെ കാര്യത്തിൽ എന്താണെന്ന് ഉള്ള അരുളപ്പാട് എനിക്ക് ഒന്നുകൂടി ഞങ്ങൾക്ക് തരണമേ. തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേട്ടു. മനോഹയ്ക്ക് യഥാർത്ഥമായ വെളിപ്പെടുത്തലുണ്ടായി. ഈ വചനത്തിലൂടെ, ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്ക് കിട്ടേണ്ട പാഠം എന്താ? ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സംശയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനോട് ആലോചന ചോദിക്കുക. തീർച്ചയായിട്ടും ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, തക്ക സമയത്ത് മറുപടി തരും. ഈ വചനത്താൽ ദൈവം നമ്മുടെ അന്തരാത്മാവിന് പ്രാർത്ഥിക്കാനുള്ള കൃപ തരട്ടെ.